അതൊരു ചീത്ത കാലഘട്ടമായിരുന്നു. തിന്മ നന്മയായി നാടകാഭിനയം നടത്തുന്ന കാലം. കാമത്താൽ അന്ധരായവർ ഇരുട്ടിൽ പെൺകുട്ടികളെ തപ്പുന്ന കാലം. പാപനിവാരണത്തിന് സ്ഥിരം പാപികൾ ഭാഗവത പാരായണവും അയ്യപ്പൻ വിളക്കും ഉദയാസ്തമന പൂജയും നടത്തുന്ന കാലം. ഹിപ്പോക്രസി ചെങ്കോൽ ഉയർത്തിയ കാലം. പാപം കഴുകിക്കളയാൻ വേണ്ടി ധനികർ പലപ്പോഴും വില കൂടിയ വഴിപാടുകൾ നടത്താറുണ്ടായിരുന്നു. ഒരു കൊല നടന്നാൽ ആ വർഷത്തിൽ തന്നെ ഒരു വലിയ ഉത്സവം നടക്കും. അതായിരുന്നു നിയമം. ഇത്തരം വഴിപാടുകളിൽ നിന്ന് സമ്പാദിക്കുന്ന ചില നികൃഷ്ട ജീവികൾ ആ നാട്ടിൽ സുലഭമായിരുന്നു. അവർക്കറിയാമായിരുന്നു പാപത്തിൻ്റെ കച്ചവടവില. പാപം ചെയ്തവർ മാത്രമേ പാപനിവൃത്തിക്കായി വഴിപാടുകൾ കഴിക്കുകയുള്ളൂ എന്ന് അവരെക്കാൾ കൂടുതൽ ആർക്കാണ് അറിയുക? അതറിഞ്ഞതുകൊണ്ട് മാത്രം അവർ പാപത്തിനു പ്രേരിപ്പിച്ചു. അവർ കൂട്ടിക്കൊടുക്കുന്നവരായി, ദല്ലാളന്മാരായി, വില്ലന്മാരായി, പെൺകുട്ടികളെ നശിപ്പിക്കുവാനും കൊല്ലുവാനും പ്രോത്സാഹനം അവർ തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടത്ര നൽകി. ഒടുവിൽ പാപം കഴുകിക്കളയുന്ന വഴിപാടുകളിൽ ചന്ദനം പൂശി ഒരു ഉത്തമ ഭക്തൻ്റെ രൂപത്തിൽ പങ്കെടുക്കുവാനും അവർ ഓരോരുത്തരും ഉത്സാഹം കാട്ടി. ഇന്നത്തെ ധാർമ്മിക കാലാവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് നിസ്സങ്കോചം പറയാം, ആ കാലം ചീത്ത കാലമായിരുന്നുവെന്ന്. ഇന്നും കാർമേഘങ്ങൾ നീങ്ങിയ നീലാകാശമാണ് ഞാൻ കാണുന്നത്. ഇന്നത്തെ പെൺകുട്ടികൾ ഭാഗ്യവതികളാണ്. അവരെ അപമാനിക്കുവാൻ ഒരു പ്രമാണിക്കും എന്ന് ധൈര്യമുണ്ടാവില്ല. കാരണം ഈ സംസ്ഥാനത്തിലുള്ള എല്ലാ യുവാക്കളും അവരുടെ രക്ഷിതാക്കളാണ്, സഹോദരന്മാരാണ്. അവർക്ക് ധനമുണ്ടായിരിക്കില്ല, ഉദ്യോഗം ഉണ്ടായിരിക്കില്ല, പക്ഷേ മൃഗതുല്യനായ ഒരുത്തൻ്റെ കഴുത്ത് ഞെരിക്കുവാനുള്ള കരുത്ത് അവരുടെ കൈകൾക്ക് തീർച്ചയായും ഉണ്ട്.